ആമേൻ. ദൈവ സാന്നിധ്യത്തിലേക്ക് സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മരണത്തിനെതിരെ പ്രാർത്ഥിക്കുന്നവരാണ്, അപകടങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നവരാണ്, പൈശാചിക ശക്തികൾക്കെതിരെ ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണ്, നിലകൊള്ളുന്നവരാണ്, ആത്മീയ ബോധവും ബോധ്യവുമുള്ള ദൈവമക്കളാണ്. എന്നാൽ നമ്മിൽ പലരും അറിയാമെങ്കിലും ഓർക്കാത്തതും ശ്രദ്ധിക്കാത്തതുമാകുന്ന ഒരു മേഖലയാണ് ആത്മീയ ശോഷണം അല്ലെങ്കിൽ ആത്മീയ മരണം. ആത്മീയമായി ശോഷിച്ചതിന് ശേഷം മാത്രമാണ് ഒരുവൻ ആത്മീയമായി മരിക്കുന്നത്. ആത്മീയമായി ശോഷിച്ചതിന് ശേഷമാണ് ഒരു വ്യക്തി ആത്മീയമായി മരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ ചാൻസ് എന്ന് പറയുന്നത് ഈ ശോഷണത്തിനകത്താണ്. ശോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുഷ്ടി വയ്ക്കാനുള്ള നടപടികൾ ഒരു ആത്മീയൻ സ്വീകരിക്കാത്ത പക്ഷം അവനൊരു മരണത്തിലേക്ക് തള്ളപ്പെടുകയാണ്. ഈ നമ്മൾ ഈ ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സംഭവിക്കുന്ന സമയത്ത് ഡോക്ടർ ഡെത്തായ ആളുടെ അരികിൽ നിന്നിട്ട് പറയും, നിങ്ങളൊരു 5 മിനിറ്റ് മുന്നെങ്കിലും എത്തിച്ചെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ഇത് സമയം കഴിഞ്ഞുപോയി. സമയം ആർക്കു വേണ്ടിയും വെയിറ്റ് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ദൈവ സ്പർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു റിസ്റ്റോറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മശോഷണത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളെപ്പോലെയുള്ള അനേക ലക്ഷക്കണക്കിന് ആൾക്കാർക്കുള്ളതാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മീയ മരണം എന്നാൽ ശരീരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവും ആത്മാവിൻ്റെ എല്ലാ പ്രതികരണ സംവിധാനങ്ങളും ദൈവ സാന്നിധ്യത്തോടും ദൈവവചനത്തോടും പ്രതികരിക്കാതെ നിൽക്കുന്ന നിശ്ചല അവസ്ഥയെയാണ് ആത്മീയ മരണം എന്ന് അർത്ഥമാക്കുന്നത്. ശരീരം ജീവിച്ചിരിക്കും, കണ്ണിന് കാഴ്ചയുണ്ട്, കൈക്ക് ചലനമുണ്ട്, കാലിന് നടക്കാനുള്ള ശേഷിയുണ്ട്, ശരീരം, കൈകൾ എല്ലാം ലോകപ്രകാരം എന്തൊന്ന് കണ്ടാലും പ്രതികരിക്കണമെങ്കിൽ നമ്മൾ പ്രതികരിക്കും. ഹായ് കാണിക്കേണ്ടവനെ ഹായ് കാണിക്കും. ഒരു ഡാൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾ കൈയടിക്കും, എല്ലാം ചെയ്യും. എന്നാൽ ഇതേ മനുഷ്യൻ തന്നെ ആത്മീയമായി എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ആത്മീയമായി എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്, ആത്മീയമാകുന്ന സ്പിരിച്വൽ പ്രോഗ്രാമിന്, ഒരു ദൈവ സാന്നിധ്യത്തോട്, ഒരു ദൈവിക ഇടപെടലിൻ്റെ സൂചകമായി പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ അവന് കൈ ഉയർത്താനോ കൈ അടിക്കാനോ, അവന് വചനത്തെ ഒന്ന് കാഴ്ചയോടെ കാണാനോ, അവന് ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാനോ ഒന്നും കഴിയാതെ വണ്ണം അവൻ മുഴുവനായി കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന ഒരനുഭവത്തെയാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ശരീരത്തിൽ പൾസ് ഉണ്ടാകും, ശബ്ദമുണ്ടാകും, എന്നാൽ ആത്മീയ പ്രതികരണമില്ലാത്തൊരവസ്ഥ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ കാരണങ്ങളിൽ, പല കാരണങ്ങളിൽ 1-ാമത്തെ കാരണം പറയുന്നത് ഇതാണ്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ബൈബിൾ പറയുന്നു, ഇതേ ഒരവസ്ഥ നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ, സ്നാനമേൽക്കുന്നതിന് മുൻപേ, ദൈവത്തെ വചനം പറയുന്നത് പോലെ അറിയുന്നതിന് മുൻപേ നമുക്കുണ്ടായിരുന്നു. എന്തായിരുന്നു? അതിക്രമങ്ങൾ കൊണ്ടും പാപങ്ങൾ കൊണ്ടും മരിച്ചുപോയി. എങ്ങനെ മരിച്ചുപോയി? ആദാം ജീവിച്ചിരിക്കെ തന്നെ മരിച്ച വ്യക്തിയാണ്. ഹവ്വ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച വ്യക്തിയാണ്. എങ്ങനെ? ആത്മീയ പ്രതികരണ ശേഷി അവർക്ക് നഷ്ടപ്പെട്ടു. ഏദനിൽ ആരംഭിച്ച് ഏദനിൽ ഒടുങ്ങി. ഒന്നുകൂടെ പറയാം, ഏദനിൽ ആരംഭിച്ച് ഏദനിൽ ഒടുങ്ങിയ ഒരു ജീവിതമായിരുന്നു ആദമിൻ്റെയും ഹവ്വയുടേതും. ആത്മാവിൽ അവർ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ദൈവം വരുമ്പോൾ ഓടി അടുത്തുകൊണ്ടിരുന്നു.
ഏദനിലത്തെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് നിങ്ങൾ അടങ്ങിയിരുന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത് പോലെ നമ്മളെല്ലാവരും ഒരു മുറിക്കകത്ത് കയറി ഡോർ അടച്ച് പ്രാർത്ഥനാ പായിൽ മുട്ടുമടക്കി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഉള്ള പ്രാർത്ഥന ആയിരുന്നില്ല ഏദനിൽ. ഏദനിൽ പ്രാർത്ഥന നടന്നുകൊണ്ടായിരുന്നു. ഏദനിൽ പ്രാർത്ഥന നടന്നുകൊണ്ടായിരുന്നു. ബൈബിൾ പറയുന്നു, വെയിലാറുമ്പോൾ ദൈവം ഏദനിൽ ഇറങ്ങി വരും. എന്നിട്ടോ ആദമിനോടും ഹവ്വയോടും കൂടെ ചേർന്ന് നടക്കും അവിടെ എഴുതിയേക്കുന്നത്. ആ തോട്ടം മുഴുവനും നടക്കും. ഈവനിങ് വാക്കിങ്ങും അതുപോലെ തന്നെ ഒരു ദൈവികമാകുന്ന ഒരു ഡീപ്പ് റിലേഷനും ദൈവം മനുഷ്യനുമായി കാത്തു സൂക്ഷിച്ചു. നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കണം. മനുഷ്യൻ ദൈവവുമായിട്ട് കാത്തു സൂക്ഷിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവം മനുഷ്യനുമായി കാത്തു സൂക്ഷിച്ചു. ഇന്ന് ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ഈ മീറ്റിങ്ങിൽ കയറിയതാണ്. ഈ മീറ്റിംഗ് നിങ്ങളിലേക്ക് വന്നതല്ല. ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതാണ്. ഈ പ്ലാറ്റ്ഫോം എന്നിലേക്ക് വന്നതല്ല. ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥന എന്നിലേക്ക് വന്നതല്ല. ഞാൻ ദൈവമേ നീ എൻ്റെ അടുത്ത് വരണമേ, എന്നെ ഒന്ന് സ്പർശിക്കണമെന്ന് പറയാൻ പോകുകയാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥ വന്ന എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സമയത്തെ മനുഷ്യൻ തുച്ഛീകരിച്ചു. ഏദനിൽ കൃത്യം വെയിലാറുന്ന സമയത്ത് ദൈവം ഇങ്ങോട്ട് വരും മനുഷ്യൻ്റെ അടുത്ത്. വാവ്, ദൈവം ഇങ്ങോട്ട് വരും മനുഷ്യൻ്റെ അടുത്ത്. ഒരു ദിവസം പോലും മനുഷ്യൻ മറന്നുപോയാലും, അങ്ങനെ അങ്ങ് പറയുവാണ്, ഒരു ദിവസം മനുഷ്യൻ ദൈവത്തോടു കൂടെ നടക്കാൻ മറന്നിരിക്കുകയാണെങ്കിൽ പോലും ദൈവം കൃത്യമായി വരുമായിരുന്നു. ആദമേ, ഹവ്വായെ എന്ന് ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. മനുഷ്യനെ ഇങ്ങോട്ട് വിളിച്ച് മനുഷ്യനോട് സംസാരിക്കാൻ, മനുഷ്യനോട് കൂടെ നടക്കാൻ, ആ നടത്തം, കൂടെ നടക്കുന്ന അനുഭവം പ്രാർത്ഥനയായി പരിണമിച്ച ഒരു കാലം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. കൂടെ നടന്നുകൊണ്ട്, കമോൺ, എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്? നമ്മൾ പ്രാർത്ഥനാ പായിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ അങ്ങനെ ഒരു തുടക്കവും ഒരു ഒടുക്കവും ഒരു ഫോർമാറ്റും ഇല്ലാതെ ദൈവത്തോട് സംസാരിച്ചിരുന്ന ഒരു കാലം പറയാൻ ഈ ഭൂമിക്കുണ്ട്. അങ്ങനെ ഒരു കാലം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ മെസ്സേജിൽ ആത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നു, ചിലർ അങ്ങനൊരു തലം തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. ഞാൻ ഏറ്റെടുക്കുന്നു ഈ ദൂത്. അങ്ങനൊരു തലം ഞാൻ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. പ്രാർത്ഥനാ പായിൽ ഇരിക്കേണ്ട എന്നല്ല, പ്രാർത്ഥനാ മുറി വേണ്ടെന്നല്ല, പ്രാർത്ഥനയ്ക്കൊരു സമയം വേണ്ടെന്നല്ല. പക്ഷെ ഞാൻ നടന്നാൽ, ഞാൻ നടന്നാൽ അത് ദൈവത്തോടു കൂടെ നടക്കുന്ന, ഞാൻ ചലിച്ചാൽ ദൈവത്തോടുകൂടെ സംസാരിച്ചുകൊണ്ട് ചലിക്കുന്ന, ഞാൻ യാത്ര ചെയ്താൽ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന, എൻ്റെ ഓരോ വാക്കിംഗ് മൊമെന്റും എൻ്റെ ദൈവത്തോടു കൂടെ ആക്കി തീർക്കുന്ന, ഒരു ആത്മാവിൽ ജീവൻ വെപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ തലത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഹാനോക്കിന് ശേഷം നമ്മൾ കയറി വരാൻ പോവുകയാണ്. ബൈബിൾ എന്താ പറയുന്നത്? ആദം ഹവ്വായിക്ക് ശേഷം പിന്നെ രണ്ടാമതൊരു വ്യക്തിയെ നടന്നിട്ടുള്ളൂ. ആരാ? ഹാനോക്കാണ്. ആത്മീയ മരണം സംഭവിക്കാത്തതിന്റെ ലക്ഷണമാണ് ദൈവത്തോടു കൂടെ നടക്കുക എന്നുള്ളത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അതിന്റെ അർത്ഥം അദ്ദേഹം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ സമയം എടുത്തില്ല എന്ന് തന്നെയാണ്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, പ്രാർത്ഥിക്കാൻ സമയം എടുത്തില്ല. കാരണം നടക്കുന്ന സമയം മുഴുവൻ പ്രാർത്ഥനയാണ്, സംസാരിക്കുന്നത് മുഴുവൻ പ്രാർത്ഥനകളാണ്. Oh, thank you Jesus. Hallelujah. സംസാരിക്കുന്നത് മുഴുവൻ പ്രാർത്ഥനകളാണ്. അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റിൽ. ഹല്ലേലൂയ. എനിക്ക് നന്നായിട്ടറിയാം ഈ മീറ്റിങ്ങിൽ അങ്ങനെ പ്രത്യേകിച്ച് ഫോർമാറ്റുകളില്ലാതെ പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർ ഈ മീറ്റിങ്ങിലുണ്ട്. നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ സംസാരവും എല്ലാം പ്രാർത്ഥനകളായി കൊണ്ട് നടക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ ആത്മീയ മരണം നമ്മളിൽ സംഭവിക്കുന്ന ഒരു സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ദൈവം ഉയർപ്പിച്ചതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ബോധപൂർവമല്ലാതെയും സംഭവിക്കുന്ന പഴയ മനുഷ്യൻ്റെ നേച്ചർ, പാപ മനുഷ്യൻ്റെ നേച്ചർ,
വേർപാട് സംഭവിച്ചിട്ടില്ലാത്ത ഒരു മാനുഷിക പ്രകൃതം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തിരിച്ചു വരുന്ന സമയമാണ് ഒരു മനുഷ്യൻ ആത്മാവിൽ ശോഷിക്കുന്നത്. മരണമല്ല, ആത്മീയമായി അവൻ ശോഷിക്കുന്നത്. അവൻ ശോഷിച്ച് അവൻ പിന്നെ ഇതിനെ ഗൗരവമായി കാണാത്ത ഒരു സന്ദർഭത്തിലാണ് അവനിൽ മരണം സംഭവിക്കുന്നത്, ആത്മീയ മരണം സംഭവിക്കുന്നത്. കാരണം റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം പറയുന്നു, പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്ന മരണമാണ്. ഉപവസിച്ചിട്ടും നമുക്ക് ആ ഒരു ആത്മീയ ശക്തി വീണ്ടെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ചില സ്വഭാവങ്ങളെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദൈവത്തോട് അപ്പം ഇതെനിക്ക് വേണ്ട, പക്ഷേ ഞാൻ ഇതിൽ കമ്മിറ്റഡായി പോകുന്നു എന്ന ഒരു പരിഭവവും വേദനയും ദൈവസന്നിധിയിൽ പറഞ്ഞിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായി ചില മേഖലകളെ ജയിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങൾ പ്രതികരിക്കേണ്ടത് കേവലം ആത്മീയമായി മാത്രമല്ല. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എനിക്ക് നന്നായിട്ടറിയാം, ഒരു ദിവസം ഒത്തിരി ആൾക്കാരുമായി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സന്ദേശം ആർക്കൊക്കെ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് യൗവനക്കാർക്ക് പ്രയോജനപ്പെടും, കർത്തൃ ശുശ്രൂഷയിൽ കയറി വരുന്നവർക്ക് പ്രയോജനപ്പെടും, കർത്തൃ ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക് ഇത് പ്രയോജനപ്പെടും, അൺമാരീഡായിട്ട് നിൽക്കുന്ന ദൈവമക്കൾക്ക് ഇത് പ്രയോജനപ്പെടും, ആത്മീയ യുദ്ധം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ഇത് പ്രയോജനപ്പെടും, ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്ക് പ്രയോജനപ്പെടും, വിദേശങ്ങളിൽ ജോലിയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് പ്രയോജനപ്പെടും. അങ്ങനെ ഒരു കൂട്ടം ദൈവമക്കൾക്ക് ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എടുക്കാൻ തന്നെ കാരണം, അങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടും ഇതിനകത്തുനിന്ന് എങ്ങനെ എനിക്കൊരു ജയം എടുക്കണമെന്ന് പറഞ്ഞു തരണം എന്നാവശ്യപ്പെടുന്നത് കൊണ്ടും എടുക്കുന്ന ഒരു സന്ദേശം കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുക്കണം, നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവത്തിന് നമ്മൾ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കോപമായിരിക്കാം, പാപമായിരിക്കാം, ഓവറായിട്ട് അധികമായിട്ട് അമിത ഭക്ഷണത്തിന് നമ്മൾ അടിമപ്പെടുന്നവരായിരിക്കാം, മറ്റെന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് കഴിക്കുന്ന ശീലമുള്ളവരായിരിക്കാം, ഒത്തിരി ഫോണിന് അഡിക്ഷൻസ് ആയിട്ടുള്ളവരായിരിക്കാം, ന്യൂസിന് അഡിക്റ്റ് ആയിട്ടുള്ളവരായിരിക്കാം. എന്തൊന്നിനകത്തുനിന്നും ഒരു മനുഷ്യൻ ജയിക്കേണ്ടത്, നമ്മൾ വിചാരിക്കും പ്രാർത്ഥിച്ചാൽ മതി എന്നാൽ പ്രാർത്ഥന കൊണ്ട് മാത്രം അതിനകത്ത് കാര്യമില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല. ഒരടിമത്തം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അടിമപ്പെട്ടു എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, അവൻ ആത്മാവിൽ ജയമെടുത്താൽ, ആ മേഖലയിൽ അവൻ ആത്മാവിൽ ജയമെടുത്താലും അവന് പൂർണ്ണമായി ആ ജയത്തിൻ്റെ റിസൾട്ട് വെളിപ്പെടണമെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ മേഖലകളും അവൻ്റെ നെർവ് സിസ്റ്റവുമായിട്ടുള്ള ലൂപ്പും അവൻ്റെ ശരീര സംബന്ധമായിട്ടും കൂടെ അവൻ ജയമെടുക്കേണ്ടത് ആവശ്യമാണ്. ചില ശീലങ്ങൾ ബ്രെയിൻ പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ ആവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. രാവിലെ എഴുന്നേറ്റ് നിങ്ങളിൽ പലർക്കും ഉണ്ടാകും, രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ കൈയും കാലും അനങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെഡ് കോഫി കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു ചായ കുടിക്കാതെ എൻ്റെ പൊന്നു പാസ്റ്ററെ എൻ്റെ കൈയും കാലും അനങ്ങുകയില്ല എന്ന് പറയുന്നവരുണ്ട്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അത് നമ്മുടെ ബ്രെയിൻ പഠിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം രാവിലെ എഴുന്നേറ്റാലുടൻ ഈ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് എത്തിയെങ്കിൽ മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. അത് ബ്രെയിൻ അത് പഠിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിനെ റീവൈൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ മേഖലയ്ക്കകത്തുനിന്ന് വിടുതലുള്ളൂ. ഹല്ലേലൂയ. പൗലോസ് പലപ്പോഴും പറഞ്ഞു, ഞാൻ ഇച്ഛിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല, പലപ്പോഴും ഞാൻ ഇച്ഛിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ വരുന്നു. പലപ്പോഴും ഞാൻ ഇച്ഛിക്കാത്ത പ്രവൃത്തി എന്നിൽ മറ്റൊരു പ്രമാണം നിൽക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പൗലോസ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജയകരമായ ഒരു അനുഭവം ഉണ്ടായത് അദ്ദേഹം ഒരേ സമയം ആത്മാവ് കൊണ്ടും അതേ സമയം മനസ്സുകൊണ്ടും അതേ സമയം ശരീരം കൊണ്ടും കൂടെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പ്രിയപ്പെട്ട ദൈവമൈതലേ, ഏതെങ്കിലും ഒരു സ്വഭാവത്തിന് നിങ്ങൾ അടിമപ്പെട്ടു, ആ സ്വഭാവം നിങ്ങളെ കുറ്റം വിധിക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല, ആ സ്വഭാവം നിങ്ങളെ കുറ്റം വിധിക്കുന്നെങ്കിൽ, നിങ്ങളൊരു ഭയങ്കര നിരാശയിലേക്ക് അത് തള്ളിക്കൊണ്ടു പോകുകയാണെങ്കിൽ, നിങ്ങളെ ദൈവത്തിന് വേണ്ട എന്ന് ആ ദുഷിച്ച സ്വഭാവം നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ, നീ ഇങ്ങനെ ചെയ്തതല്ലേ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല എന്ന് ആ ദുഷ്ട സ്വഭാവം നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ, അത് ദൈവശബ്ദമല്ല,
പകരം നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആത്മാവ് കൊണ്ട് നിങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മകനാണെങ്കിൽ നിങ്ങൾ അതേസമയം നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ശരീരത്തെയും നിയന്ത്രിക്കുന്ന പൈശാചിക കർത്തൃത്വങ്ങളെ കൂടെ നിങ്ങൾ ജയിക്കേണ്ടത് ആവശ്യമാണ്. അത് നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി, ചിന്തകളെ ഫോർമാറ്റ് ചെയ്ത്, ശരീരത്തെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ച്, ആത്മാവിൻ്റെ നിയമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് ആത്മീയമായി ജയകരമായൊരു ജീവിതം നയിക്കാനായി സാധിക്കുന്നത്. ചിലർ കണ്ണിൽ വീണു പോകുന്നു, ചിലർ നാവിൽ വീണു പോകുന്നു, ചിലർ കയ്യിൽ വീണു പോകുന്നു, ചിലർ കാലിൽ വീണു പോകുന്നു, ചിലർ അവയവങ്ങളിൽ വീണു പോകുന്നു. എന്തൊന്നിനെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിലും പ്രാർത്ഥന മാത്രം പോരാ, നിങ്ങൾക്ക് പ്രിവെൻഷൻ ആവശ്യമാണ്. പ്രാർത്ഥന മാത്രം പോരാ, നിങ്ങൾക്ക് പ്രിവെൻഷൻ ആവശ്യമാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ ചിലതിനെ പ്രിവെൻറ്റ് ചെയ്യണം, ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിലതിനെ പ്രിവെൻറ്റ് ചെയ്യണം, നിങ്ങൾ ശരീരം കൊണ്ടും ചിലതിനെ നിങ്ങൾ പ്രിവെൻറ്റ് ചെയ്യണം, ആത്മാവ് കൊണ്ട് നിങ്ങൾ അതിനെ ഉറപ്പിക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തെ നിങ്ങൾക്ക് ജയിക്കാനായി കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലേക്ക് വന്നാൽ, പൗലോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലേക്ക് വന്നാൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വന്നാൽ, അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി എന്നൊരു വാക്യം കാണാം നിങ്ങൾക്ക്. സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി. ഇത് ഭയങ്കര കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു തെറ്റിനെ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു പ്രവൃത്തിയാണെന്ന് നമുക്ക് ആദ്യ സമയങ്ങളിൽ നമുക്കൊരു ആത്മീയ ശോഷണം സംഭവിക്കും. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചില്ല, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചില്ല, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചില്ല. അപ്പം നമുക്ക് ഒരു ഭയങ്കര കുറ്റബോധം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക, അനുതാപം വന്നുകൊണ്ടിരിക്കും, ഞാൻ ഇന്നലെ എൻ്റെ അപ്പയോട് സംസാരിച്ചില്ല. എന്തൊക്കെ ഇന്ന് വേണ്ടാന്ന് വെച്ചിട്ടാണെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ വി ആർ ബ്ലെസ്സഡ്. എന്നാൽ നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ചില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇന്നലെ പ്രാർത്ഥിച്ചില്ല, ഇന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചു, വെപ്രാളമൊക്കെ വന്നു, പക്ഷേ ഇന്നും പ്രാർത്ഥിച്ചില്ല. നമ്മൾ വിചാരിക്കും ഇന്ന് ഇരുട്ടിക്കിടക്കുന്നതിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചിരിക്കൂ എന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഇന്നത്രയും നമ്മൾ വിട്ടു. നമ്മൾ 3-ാമത്തെ ദിവസത്തിലേക്ക് പോയി. ഇന്നും ഞാൻ പ്രാർത്ഥിക്കണം, ഇന്ന് എന്തായാലും പ്രാർത്ഥിച്ചിട്ട് ഞാൻ എഴുന്നേക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരമാണ് ചാടി എഴുന്നേറ്റപ്പോൾ നേരമൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് പോയി. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണമെന്ന് നമ്മൾ ബെഡിൽ നിന്ന് പോലും പ്രാർത്ഥിക്കാതെ ചാടി തെറിച്ച് നമ്മൾ കിച്ചണിൽ പോയി തെറിച്ച് വീണു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒരുക്കി കഴിഞ്ഞ് പിന്നെ ബെഡ്റൂമിൽ കയറിയപ്പോൾ രാത്രി കിടക്കാനുള്ള സമയമായി. അപ്പോൾ ഇന്നും പ്രാർത്ഥിച്ചില്ല. ആദ്യത്തെ ദിവസം നമുക്ക് ഭയങ്കര ചൂടായിരുന്നു, പ്രാർത്ഥിച്ചില്ല. 2-ാമത്തെ ദിവസം ഞാൻ ഇന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. 3-ാമത്തെ ദിവസമായപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് ഓർത്തതാ, ഇന്നും സമയം കിട്ടിയില്ല. 4-ാമത്തെ ദിവസമായപ്പോൾ പ്രാർത്ഥിക്കാം. 5-ാമത്തെ ദിവസമായപ്പം ഓർത്തില്ല. 6-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഇന്നലെയും പ്രാർത്ഥിച്ചില്ലല്ലോ, ഇന്നൊന്ന് പ്രാർത്ഥിക്കണം. 7-ാമത്തെ ദിവസമായപ്പോൾ വീണ്ടും മറന്നു. 8-ാമത്തെ ദിവസമായപ്പോൾ ഓർത്തില്ല. 9-ാമത്തെ ദിവസമായപ്പോൾ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടി. പിന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഇച്ചിരൂടെ കഴിയട്ടെ. 9-ാമത്തെ ദിവസം, 10-ാമത്തെ ദിവസം, മനസ്സാക്ഷിയിൽ നിന്ന് ചൂടേ അങ്ങ് മാറിപ്പോയി. എത്ര പേരുണ്ടെന്നറിയാവോ അങ്ങനെ? ഒരിക്കൽ പാപം ചെയ്യും, ദൈവസന്നിധി വന്ന് ക്ഷമ ചോദിക്കും, ദൈവം ക്ഷമിച്ചു എന്ന് നമുക്കൊരു വേർഡ് തരും, കുറേ നാൾ നന്നാവും. വീണ്ടും നമ്മൾ പാപത്തിലേക്ക് വീണ്ടും കമ്മിറ്റഡ് ആവും. നമ്മൾ പോലും അറിയാതെ പാപം ചെയ്തു പോയി. വീണ്ടും ദൈവസന്നിധി വന്ന് നമ്മൾ ക്ഷമ ചോദിക്കും, കരയും, ദൈവം വീണ്ടും ക്ഷമിച്ചു നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. 3-ാമത്തെ പ്രാവശ്യം പാപം ചെയ്യും, പിന്നെ നോക്കുമ്പോൾ ദൈവം ക്ഷമിച്ചോളൂ. വീണ്ടും പാപം ചെയ്യും, പിന്നെ പ്രാർത്ഥിക്കാണ്ടാവും. പിന്നെയും പാപം ചെയ്യും, പിന്നെ ആ തെറ്റ് ഞാൻ ആവർത്തിക്കും, പിന്നെ വേറെ തെറ്റ് ആവർത്തിക്കും, പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടെ മുതിർന്ന തെറ്റ് ആവർത്തിക്കും. പിന്നെ കുറ്റബോധം, ഗിൽട്ട് എന്ന് പറയുന്നൊരു സാധനം, ദൈവത്തോട് ക്ഷമ ചോദിക്കണ്ടെന്നൊരു തോന്നൽ, ഇതൊക്കെ കോമൺ ആണെന്നൊരു തോന്നൽ, ഇതൊക്കെ നാച്ചുറൽ അല്ലേ എന്നൊരു തോന്നൽ, ഇതൊക്കെ മനുഷ്യ സഹജമല്ലേ എന്നുള്ളൊരു തോന്നൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് അനുതാപം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന, ഞാൻ ദൈവത്തോടൊരു തെറ്റ് ചെയ്താൽ പുള്ളി ക്ഷമിച്ചോളൂ എന്നുള്ള ഒരു നിലവാരത്തിലേക്ക്, മനസ്സാക്ഷിയിൽ നിന്ന് ചൂട് നഷ്ടപ്പെട്ട ഒരാത്മീയ പതനത്തിലേക്ക്, അധപ്പതനത്തിലേക്ക് മനുഷ്യനെ സാത്താൻ നിഷ്പ്രയാസം തള്ളിയിടുന്നുണ്ട്. തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞതാണ്, നീ സൂക്ഷിക്കണം, മനസ്സിനും മനസ്സാക്ഷിക്കും ചൂട് വെക്കണം. നിനക്ക് മനസ്സാക്ഷിക്ക് നീ ചൂട് വെക്കേണ്ടത്, ചിലർ ഭോഷ്ക് വരുമ്പോൾ മനസ്സാക്ഷിക്ക് ചൂട് വെക്കുകയല്ല, ചിലർ കള്ളപ്രവചനം വരുമ്പോൾ മനസ്സാക്ഷിക്ക് ചൂട് വെക്കുകയല്ല. നീ നിന്നെക്കുറിച്ചോർത്തും, നിന്റെ വിശുദ്ധിയെക്കുറിച്ചോർത്തും, സഭയെക്കുറിച്ചോർത്തും, ദൈവം തന്ന ദൗത്യത്തെക്കുറിച്ചോർത്തും, നിന്റെ മുമ്പിൽ ദൈവത്തിന് വേണ്ടി ഇരിക്കുന്ന ജനത്തെക്കുറിച്ചും നിനക്ക് മനസ്സിൽ എപ്പോഴും ഒരു ആർദ്രതയുണ്ടാവണം, നിനക്കൊരു താല്പര്യം ഉണ്ടാവണം. പ്രിയപ്പെട്ട ദൈവപൈതലേ, പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ
നമുക്ക് ഭയങ്കര മടിയാണ് ദൈവസന്നിധിയിലേക്ക് വരാൻ. എന്നാൽ ഇപ്പം തെറ്റ് ചെയ്തിട്ട് നമുക്ക് നിഷ്പ്രയാസം കർത്താവിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. കർത്താവ് കണ്ണ് ചിമ്മിയാലും നമ്മൾ കണ്ണ് ചിമ്മത്തില്ല, ശരിയല്ലേ? ആ ഒരു ധൈര്യം, ബോൾഡ്നെസ് നമുക്ക് വന്നുപോയി ദൈവം മുമ്പിൽ. എന്നാൽ ഞാൻ ഭയത്തോടെ പറയട്ടെ, നമ്മളിൽ എല്ലാവരിലും പല തെറ്റുകളുണ്ട്. എത്ര തെറ്റ് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു എന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ ശുദ്ധീകരിക്കണം. എനിക്ക് ദൈവസന്നിധി നിൽക്കാൻ പ്രാഗൽഭ്യം ഉള്ളത് കൊണ്ട് ഞാൻ നിൽക്കുന്നു എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, മേലാലും പറയത്തില്ല. എൻ്റെ മരണം വരെ ഞാൻ ആ വാക്ക് പറയത്തില്ല. പറയാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ടാണ്, എൻ്റെ പ്രാഗൽഭ്യം കൊണ്ടാ കേട്ടോ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എൻ്റെ യോഗ്യത കൊണ്ടാ കേട്ടോ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധീകരിച്ചോണം എന്ന് പറയാനൊരു ധൈര്യം എനിക്കില്ല. കാരണം വേദപുസ്തകം അങ്ങോട്ട് ഒന്നും കൂടെ ഇരുത്തി വായിച്ചാൽ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ശരിപ്പെട്ട് വരാനും ഷെയ്പ്പാകാനും ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് പിടികിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ബൈബിൾ പറയുന്നത്. ഒന്നോർത്തെ, നമ്മുടെ മനസ്സാക്ഷിയുടെ ചൂട് നഷ്ടപ്പെട്ടോ? ദൈവം എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ചൂടായിരുന്നു അകത്ത്, കത്തിത്തിളയ്ക്കുന്ന ഒരു അനുഭവമായിരുന്നു അകത്ത്. എന്നാൽ നമുക്കത് നഷ്ടപ്പെട്ടവരായി 2026 ആരെങ്കിലുമൊക്കെ തുടരുന്നുണ്ടെങ്കിൽ, പാപം ചെയ്താലും കുഴപ്പമില്ല, പുള്ളി ക്ഷമിച്ചോളും എന്നൊരു ലാഘവ മൈൻഡ് അകത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവശബ്ദമല്ല, അത് ഭൂതത്തിന്റെ ശബ്ദമാണ്. അത് ഭൂതത്തിന്റെ ശബ്ദമാണ്. യേശുവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന, നിന്നെ കൊണ്ട് തെറ്റായതിലേക്ക് നോക്കിപ്പിക്കുന്ന, നിന്റെ ശരീര അവയവങ്ങളെ യൂസ് ചെയ്യുന്ന ഇരുട്ടിന്റെ ശക്തികളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്ക്. ഒരു മഹാജയം അതിന്റെ മേൽ നീ എടുക്ക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ കാര്യം, മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ആത്മീയ മരണം സംഭവിക്കുന്ന മേഖല അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 4:4. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വചനമില്ലാത്ത ജീവിതം. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, ഞാൻ അങ്ങ് എന്നിലൂടെ വെളിപ്പാടുകളൊക്കെ സംസാരിക്കുമായിരിക്കും, ജനത്തിന് അതൊക്കെ അനുഗ്രഹവുമായിരിക്കും. പക്ഷേ അപ്പനെ, നിന്റെ വചനമില്ലാത്തൊരു വെളിപ്പാട് ഒരു ദിവസം പോലും പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകരുത്. കാരണം എനിക്കും വചനം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വചനം കേൾക്കുന്നതും വചനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതും പഠിക്കുന്നതൊക്കെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ജനം വെളിപ്പാട് കേട്ട് നല്ല മെസ്സേജായിരുന്നു, സൂപ്പറായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവർ വചനം കേട്ട് വചനത്തിനകത്ത് നിന്ന് ഒരു വേർഡ് എടുത്തിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടാണ് എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നു. കുറച്ചുകൂടെ ഹീലിങ്ങും ഡെലിവറൻസും ഒക്കെ നടക്കുന്നത് അങ്ങനെയാണ്. കാരണം സാത്താന് വിരൽ ചൂണ്ടാനൊക്കത്തില്ല. കാരണം ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. യേശു പറഞ്ഞു, അതിനവൻ, മനുഷ്യൻ ജീവിക്കുന്നവരുണ്ട്, അപ്പം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, ഫുഡ് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, വാട്ടർ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, വൈറ്റമിൻ സപ്ലിമെന്റ് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ യേശു ചൂണ്ടുന്നത് അങ്ങനത്തെ ഒരു ജനത്തെയല്ല, വേറിട്ടൊരു ജനത്തെ യേശു ചൂണ്ടുന്നു. നോക്കിയ മോനെ, 10 പേര് നിൽക്കുമ്പോൾ കർത്താവ് 10ലേക്ക് നോക്കിയിട്ട് 5നെ വേർതിരിച്ച് 5നെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ നോക്കുമ്പോൾ അപ്പം കൊണ്ട് ജീവിക്കുന്ന, വെള്ളം കൊണ്ട് ജീവിക്കുന്ന, വൈറ്റമിൻ സപ്ലിമെന്റ് കൊണ്ട് ജീവിക്കുന്ന, മെഡിസിൻ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ മാത്രമല്ല ഈ ഭൂമിയിലുള്ളത്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നവർ ഈ ഭൂമിയിലുണ്ട്. ഈ മീറ്റിംഗിൽ ഇരിക്കുന്നവരിലും അങ്ങനെയുള്ളവരുണ്ട്. കേവലം മാനുഷിക ആശ്വാസങ്ങളെക്കാൾ ദൈവവചനത്തിനും ദൈവശബ്ദത്തിനും ഇടം കൊടുക്കുന്ന നിങ്ങൾ, കേവലം മനുഷ്യർ ആശ്രയിക്കുന്നതിനെയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ദൈവം നൽകുന്നത് മതി എന്ന് പറയുന്ന നിങ്ങൾ, മനുഷ്യർ ആശ്രയിക്കുന്ന ശക്തികളെയെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് മനുഷ്യനിൽ ദൈവം പകരുന്ന ശക്തിയിൽ ജീവിക്കുന്ന നിങ്ങൾ, ഞാൻ നിങ്ങളെ നോക്കി ദൈവാത്മാവിൽ പറയുന്നു, നിങ്ങൾ അപ്പം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല, വചനം കൊണ്ട് ജീവിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങളുടെ വീട് ജീവിക്കുന്നത് സാധാരണ ആൾക്കാരുടെ സംരക്ഷണ വലയത്തിനകത്തല്ല. നിങ്ങളുടെ തലമുറകൾ ജീവിക്കുന്നത് പ്രാകൃത മനുഷ്യൻ ജീവിക്കുന്ന സുരക്ഷിത സംവിധാനത്തിനകത്തും വലയത്തിനകത്തുമല്ല. ദൈവ ശബ്ദത്തിനും ദൈവവചനത്തിനും അഭിഷേകത്തിനും പ്രാർത്ഥനയ്ക്കും ഇടം കൊടുക്കുന്ന നീയും നിന്റെ കുടുംബവും ജീവിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പ്രൊട്ടക്ഷനിലാണ്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ജീവിക്കുന്നു. അപ്പൊ ജീവിപ്പിക്കുന്ന എന്താണ്? ഒരാത്മീയ ശോഷണം സംഭവിച്ച, ഒരാത്മീയ മരണത്തിലേക്ക് എത്തിപ്പോയ ഒരു മനുഷ്യൻ വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ആത്മീയ മരണം സംഭവിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പോലും വീണ്ടും ജീവിക്കുവാൻ സാധിക്കും. ബൈബിൾ
അതിന് ഉറപ്പ് തരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം അതിന് ഉറപ്പ് തരുന്നു. എന്താണ്? വചനം കൊണ്ട് ജീവിപ്പിക്കുക, വചനം കൊണ്ട് ജീവിപ്പിക്കുക. വചനമില്ലാത്ത ക്രിസ്തീയ ജീവിതം ഉണങ്ങിയ ആത്മാവിന് സമമാണ്. ആത്മാവിൽ വചനം കൊണ്ട് നിറയാത്ത, ഹൃദയത്തിൽ വചനം കൊണ്ട് നിറയാത്ത, മനസ്സിൽ വചനം കൊണ്ട് നിറയാത്ത ഒരിടത്ത് വന്ന് സാത്താന് കള്ളവിത്ത് വിതയ്ക്കാൻ പറ്റും, സാത്താന് കള്ള ഉപദേശങ്ങൾ തരാൻ പറ്റും, സാത്താന് കള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റും. എന്നാൽ നിന്റെ ഹൃദയവും മനസ്സും നീ വചനം കൊണ്ട് നിറച്ചിരിക്കുകയാണ് എങ്കിൽ അത് സാധിക്കത്തില്ല. നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥനയില്ലാത്ത ജീവിതം. പ്രാർത്ഥനയില്ലാത്ത ജീവിതം. പ്രാർത്ഥന എപ്പോൾ നമ്മൾ നിർത്തുന്നോ അപ്പം ബന്ധം നിൽക്കും. പ്രാർത്ഥന എപ്പം നിൽക്കുന്നോ, അതായത് എൻ്റെ ശരീരത്തിൽ ഈ രക്തം ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിൻ്റെ എപ്പം നിൽക്കുമോ അപ്പം ഞാൻ നിൽക്കും എന്ന് പറയുന്നത് പോലെ ഈ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ എപ്പോൾ പ്രാർത്ഥന എന്ന നീരൊഴുക്ക് നിൽക്കുമോ അപ്പം അവന് സ്റ്റില്ലായിട്ട് ഇങ്ങനെ നിൽക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15:5 ഒന്ന് വന്നേ. 15:5 വരുമ്പോൾ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് കർത്താവിന് പറയേണ്ട കാര്യമേ ഇല്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ മതി. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയമായി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയവും മാനസികമായി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയവും ബൗദ്ധികമായി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയവും ഫിസിക്കലി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയങ്ങളും ഈ ഭൂമിയിൽ ഏതൊരു കാര്യത്തിനെയും നമുക്ക് ജയകരമായി ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിനെ കൂടാതെ സാധിക്കുകയില്ല എന്ന് താൻ തന്നെ ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഞാൻ ദൈവത്തെ ചില കാര്യങ്ങളോടുകൂടെ ചേർത്ത് നിർത്തിയിട്ട് പല കാര്യങ്ങളിലും കർത്താവില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചില പ്രത്യേക കാര്യങ്ങൾ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കും, എന്നാൽ വളരെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാതെ തീരുമാനമെടുക്കും. ചില കാര്യങ്ങൾക്ക് ദൈവത്തിന് ഇടം കൊടുക്കും, എന്നാൽ വളരെ കാര്യങ്ങൾക്ക് ദൈവത്തിന് ഇടം കൊടുക്കാതെ ചെയ്യും. കാരണം ആ കാര്യങ്ങൾ നടന്നേ പറ്റൂ എന്നുള്ളത് അവരുടെ ഇച്ഛയാണ്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിനും കൂടെ വിട്ടുകൊടുക്കും. കർത്താവേ, നീ ഇതിൽ എന്തുവാ പറയുന്നത്, എന്നോടൊന്ന് പറഞ്ഞേ നമ്മൾ ചോദിക്കും. എന്നാൽ ചില കാര്യങ്ങൾക്ക് അത് നടന്നേ പറ്റൂ, അത് നടക്കേണ്ടതാണ്, ഇപ്പം നടന്നില്ലെങ്കിൽ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ തന്നെ ചിന്തയിൽ ദൈവത്തെ കൂടാതെ അവർ പല പരിപാടികൾ തുടങ്ങി വെച്ച് അതെല്ലാം നിന്നു പോയതിന് ശേഷമാണ് അവർ പരിഹാരത്തിന് ദൈവത്തിൻ്റെ അരികിലേക്ക് തിരിയുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ. കൊമ്പുകൾക്ക് വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവപൈതലേ, ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് എന്തൊന്നിനെയും ജയിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതം നിങ്ങൾക്ക് നിലനിർത്തണമെന്നുള്ള നിങ്ങളുടെ അതിയായ ദാഹത്തെ, നിങ്ങളൊരു ആത്മീയ ശക്തനായി മാറണമെന്ന്, കൃപാവരങ്ങൾ കൊണ്ട് നിറയണമെന്ന അതിയായ ദാഹമുള്ളൊരു വ്യക്തിയാണ് എന്നുള്ള നിങ്ങളുടെ പൂർണ്ണമായ ആഗ്രഹത്തെ ഞാൻ മാനിച്ചുകൊണ്ട്, നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണമെന്നുള്ള നിങ്ങളുടെ ആ പൂർണ്ണമായ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ബുദ്ധിയിലോ നമ്മുടെ തീരുമാനത്തിലോ നമുക്ക് ഒന്നും ജയിക്കാനൊക്കെ, ഒരു സ്വഭാവത്തെയോ ഒരു അടിമത്തങ്ങളെയോ ഒരു പ്രാകൃത മനുഷ്യൻ്റെതായിട്ടുള്ള ചിന്തകളെയോ ജീവിതത്തെയോ ലൈഫ് സ്റ്റൈലുകളെയോ നമുക്ക് ബുദ്ധി കൊണ്ട് നേരിടാനൊക്കത്തില്ല. ആത്മാവ് കൊണ്ടും മാത്രവും നേരിടാൻ പറ്റത്തില്ല. അതും കൂടെ ഈ ചേർത്ത് വെച്ച് പറയണം. നമുക്കൊരു ആത്മീയ ശക്തിയുണ്ട്, നമുക്ക് അഭിഷേകമുണ്ട്. മക്കളെ, അഭിഷേകമെന്നും ആത്മീയ ശക്തി എന്നുമൊക്കെ പറയുന്നത് നമ്മളെ ദൈവം ഓതറൈസ് ചെയ്തേക്കുന്നതിൻ്റെ സൈനാണ്. അത് നമ്മുടെ ആത്മാവിലാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന മനസ്സ്, ചിന്ത, ശരീരം എന്നിവയെ മാത്രം സ്വാധീനിക്കുന്ന പൈശാചിക തലങ്ങളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ
ആത്മീയമായി നമ്മൾ അതിശക്തരായതിനു ശേഷം നമ്മൾ ആത്മാവ് കൊണ്ട് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും, കാരണം യേശു പറഞ്ഞു സകല ദുഷ്ടചിന്തയും സകല ദുർചിന്തകളും സകല ഒരു മനുഷ്യനെ മലിനമാക്കുന്നതെല്ലാം, എല്ലാ കള്ളവും എല്ലാ പൊള്ളത്തരവും എല്ലാ ദുർചിന്തകളും ഉത്ഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് എന്ന് യേശു തന്നെ പഠിപ്പിച്ചു. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തെയും അവൻ്റെ ബ്രെയിനിനെയും അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും മാത്രം ഫോക്കസ് ചെയ്ത് ഒരുവനെ ആത്മീയ ജീവിതത്തിൽ നിന്ന് വലിച്ചിടാൻ നിൽക്കുന്ന സാത്താനിക ശക്തികളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവ് കൊണ്ട് നിങ്ങൾ അഭ്യസിച്ചാൽ മാത്രം പോരാ, പകരം നിങ്ങൾ ആത്മാവ് കൊണ്ട് നിങ്ങൾ അഭ്യസിച്ച് ശക്തരാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് കൊണ്ടും നിങ്ങളുടെ മനസ്സുകൊണ്ടും നിങ്ങളുടെ ചിന്ത കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ ഒരു നിയമം ദൈവവുമായിട്ട് ചെയ്യണം. ഓരോ പാപം നമ്മൾ ചെയ്യുമ്പോഴും, ഓരോ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോഴും, ഓരോ ദൈവഹിതമില്ലായ്മ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ സാത്താനിക ലോകവുമായി അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിച്ചത് നമ്മൾ ആ കോൺട്രാക്റ്റിനെ ക്യാൻസൽ ചെയ്യാൻ ശക്തനായ ഒരു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ഈ വചനം ധ്യാനിച്ചത് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില ഓപ്പൺ ഡോറുകളുണ്ടാകും. നമ്മൾ സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ കരുതിയ ചില ഓപ്പൺ ഡോറുകളിലൂടെ കള്ളവിത്ത് വിതയ്ക്കാൻ നമ്മുടെ റൂമിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിന്നത് അടച്ചേ മതിയാകത്തുള്ളൂ. ദൈവമക്കളെ, ഞാൻ വീണ്ടും പറയുന്നു, ആത്മീയ മരണമല്ല ആദ്യം സംഭവിക്കുന്നത്, ആത്മീയ ശോഷണമാണ് ആദ്യം സംഭവിക്കുന്നത്. ആ ശോഷിച്ചിരിക്കുന്ന അനുഭവത്തിൽ പുഷ്ടി വെപ്പിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒരുപക്ഷെ നമ്മുടെ അകത്തെ മനുഷ്യന് പൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് പ്രതികരിക്കണമെന്നില്ല. അകത്തെ മനുഷ്യന് ജീവൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് പ്രതികരിക്കണമെന്നില്ല. എത്രയോ പേർ വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും പൾസ് ഉണ്ട്, പക്ഷെ അവർ പ്രതികരിക്കുന്നില്ല. എത്രയോ പേർ കോമ സ്റ്റേജിൽ കിടക്കുന്നു, പൾസ് ഉണ്ട്, പക്ഷെ പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിന് നമ്മൾ ഉടമയാണെങ്കിൽ, അങ്ങനെ ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ളൊരു അനുഭവമാണെങ്കിൽ, അങ്ങനെ ഒരു ട്രോമ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ ആഘാതങ്ങളെയെല്ലാം നമ്മൾ തരണം ചെയ്ത് സാത്താൻ്റെ മുമ്പിൽ നമ്മൾ ലീഗലി തുറന്നു കൊടുത്ത, നമ്മുടെ കൺസെന്റ് കൊണ്ട് അവൻ അകത്ത് കയറിയ ആത്മീയ ശോഷണം വരുത്തുന്ന കള്ളനെ ഇന്ന് പിടിച്ചു കെട്ടി പുറത്തിറക്കി അവന് മുമ്പിൽ തുറന്നു കൊടുത്ത വാതിലുകളെ നമ്മൾ നടക്കാൻ പോവുകയാണ്. ഒരാത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. പുതിയൊരു അഭിഷേകത്തോടെ നമ്മൾ മുന്നേറാൻ പോവുകയാണ്. ഹല്ലേലൂയ! എത്ര പേർക്ക് ദൈവത്തെ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാൻ പറ്റും? എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. നമ്മൾ അതിനായിട്ട് പ്രാർത്ഥിക്കാൻ പോകണം. അപ്പോൾ തന്നെ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറയാനിരുന്ന കാര്യം ഞാൻ ഇപ്പം പറയുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞല്ലോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇതിനു വേണ്ടി നമ്മളെ ശക്തീകരിക്കുവാൻ നമ്മളൊരു ബൈബിൾ റീഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിപ്പോൾ തുടക്കത്തിൽ ഒരാഴ്ചയാണ് ആ ബൈബിൾ റീഡിംഗ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ബൈബിൾ വായനയിൽ മുടക്കം വരുത്തുന്ന ഒരാളാണ്, എന്നാൽ അത് മുടക്കമില്ലാതെ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും നിങ്ങൾക്ക് വായിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, ആ ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അതിൻ്റെ ഡേറ്റും സമയവും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ലഭിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ നിലകളിൽ നമ്മൾ അകത്തെ മനുഷ്യനൊന്ന് ശക്തീകരിക്കും. എന്തായാലും 2025 ഒരു അകത്തെ മനുഷ്യൻ്റെ ശക്തി വേണ്ട. 2026 നമ്മുടെ മക്കളെ കുറിച്ചുള്ള ആഗ്രഹം എന്താ? അവർ ഓരോ വർഷം കഴിയും തോറും അവർ വളരണം എന്നല്ലേ? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താ? എങ്ങനെ ജനിച്ചോ അങ്ങനെ ഇരുന്നാൽ മതി എന്നാണോ? അല്ല, വളരണം നിങ്ങൾക്കൊരു ആഗ്രഹമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹം എന്താ? ഒന്നും കൂടെ ഒന്ന് ഉയരണം, ഒന്നും കൂടെ ഒന്ന് പച്ച പിടിക്കണം. ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹം എന്താ? ഒന്നും കൂടെ ഒന്ന് ശക്തീകരിക്കണം. സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള ആഗ്രഹം എന്താ? ഒന്നും കൂടെ ഒന്ന് സാമ്പത്തികമായി ഉയരണം. ആഗ്രഹമില്ലേ? ഈ ആഗ്രഹം നമുക്ക് നമ്മളെക്കുറിച്ച് മാത്രം, നമ്മുടെ അകത്തെ മനുഷ്യനെക്കുറിച്ചും കൂടെ വേണം. എനിക്കൊന്ന് വളരണം, എനിക്കൊന്ന് ഉയരണം. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ മാനിക്കും. മാത്രമല്ല, നമുക്ക് ഈ ദിവസങ്ങളിൽ
ഈ ദിവസങ്ങളിൽ ഞാനത് അവസാനം പറയാമെന്ന് പറഞ്ഞു വെച്ചേക്കുമായിരുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് 10 മിനിറ്റുള്ള വളരെ പ്രധാനപ്പെട്ട വെറും 10 മിനിറ്റുള്ള വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ ഇതിനകത്ത് വീഡിയോ ആയിട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം പൊതുജനത്തോട് തുറന്നു പറയാൻ പറ്റാത്ത, എങ്ങനെ അതിനകത്ത് നിന്ന് പുറത്തു വരണമെന്ന് അറിയാത്ത, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന 10 മിനിറ്റുള്ള കൊച്ചു മെസ്സേജുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ദൈവാത്മ നിയോഗത്തോടെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വളരെ വളരെ സഹായകരമായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് യൗവനക്കാരിലേക്കാണ്. ഒരുപാട് യൂത്ത്സ് പെട്ടുകിടക്കുന്ന ചില മേഖലകളുണ്ട്. വിവാഹം കഴിഞ്ഞവർ പെട്ടുകിടക്കുന്ന മേഖലകളുണ്ട്. അതുപോലെ തന്നെ വിവാഹം ഇതുവരെ നടക്കാത്തവർ പെട്ടുപോയ മേഖലകളുണ്ട്. ഇതിനകത്തുനിന്നൊക്കെ എങ്ങനെ പുറത്തു വരാം, എങ്ങനെ ദൈവത്തിൻ്റെ പെറ്റായി മാറാം, എങ്ങനെ സാത്താന് നമ്മൾ കൊടുത്ത ലീഗൽ റൈറ്റ്സ് കട്ട് ചെയ്യാം, എങ്ങനെ സാത്താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന വഴികളെ പൂർണ്ണമായിട്ട് അടയ്ക്കാം, എങ്ങനെ ഇനിയും ആ പഴയ പാപത്തിലേക്ക് തിരിഞ്ഞു പോകാതിരിക്കാം, എങ്ങനെ ആ പഴയ ഓർമ്മകൾ എന്നിൽ നിന്ന് കളയാം, എങ്ങനെ ഒരു പുതിയ ഹൃദയം എനിക്ക് സ്വന്തമാക്കാൻ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യത്തിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ബിബ്ലിക്കൽ റിപ്ലൈ, ബിബ്ലിക്കൽ വേയ്സ് നിങ്ങൾക്ക് ആ 10 മിനിറ്റുള്ള സന്ദേശങ്ങളിലൂടെ ലഭിക്കും. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ലിങ്ക് കിടപ്പുണ്ട്. ആ ഗ്രൂപ്പിലൂടെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ ആ വീഡിയോ ലിങ്കും ഈ പറയുന്ന സ്പെഷ്യൽ മീറ്റിംഗ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഞാനൊരു കൂട്ടം യൂത്തിനെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഇന്നും ഞാൻ കണ്ടൊരു കാര്യമാണ്. ഞാൻ അതോടെ പറഞ്ഞതിൻ്റെ സമയം ഓൾറെഡി കഴിഞ്ഞു. ഞാൻ ഇന്നും കണ്ടൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ എന്തടിച്ചിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും മദ്യം അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഒരു വലിയ പാർക്കിൽ, പൊതുജനം നിൽക്കുന്നൊരു പാർക്കിൽ അബോധാവസ്ഥയിൽ അർദ്ധനഗ്നനായി എന്തൊക്കെയോ വിളിച്ച്, ഒരു 40 വയസ്സ് അങ്ങറ്റം പോയാൽ ആ മനുഷ്യനോട് 40 വയസ്സ് ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് പ്രായക്കൂടുതൽ തോന്നുന്നതാണ് ആ ശരീരത്തിൽ, അല്ലാതെ ആ മനുഷ്യൻ അത്ര തന്നെ ഇല്ല. പക്ഷെ ആ മനുഷ്യൻ കംപ്ലീറ്റ്ലി അബോധാവസ്ഥയിൽ, തൻ്റെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് വസ്ത്രം ഉണ്ടെന്ന് പോലും അറിയാത്തൊരു നിലയിൽ എന്ന സ്റ്റഡിക്ക് നിന്ന് ആ മനുഷ്യൻ എന്തൊക്കെയോ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നു, ആരെ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറയുന്നു. ആ മനുഷ്യൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആ മനുഷ്യനെ പിടിച്ചങ്ങോട്ട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ അവൻ ഇങ്ങനെ ഒന്നും നടക്കാൻ ഒരു ആഗ്രഹവും കാണൂല. എന്നാൽ അവൻ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ആരവനെ രക്ഷിക്കും? എന്നാൽ ഇതുപോലെ ഈ അവസ്ഥ വരെയും പോകാത്ത ഒരുപാട് ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. ഒരുപാട് കർത്തൃവേലയിൽ നിൽക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, പ്രവചിക്കുന്നവർ, ശുശ്രൂഷയുള്ളവർ, അഭിഷേകമുള്ളവർ ബാധിക്കപ്പെട്ട് കിടപ്പുണ്ട്. അവരുടെ ഉള്ളിൽ ആഗ്രഹം ഇത് കൊണ്ടു നടക്കണമെന്നാണോ? അല്ല, അവർക്ക് ഇതിന് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സാധനം ഇനി എന്നെ തുടരുതെന്ന് ആഗ്രഹമുണ്ട്. ഇനി അവർക്ക് ആ വഴി സ്വപ്നത്തിൽ പോലും കാണരുതെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ വിട്ടാലും അവരെ വിടാതെ ഫോളോ ചെയ്യുന്ന ചില സാധനങ്ങൾ, എങ്ങനെ അതിനെ ജയിക്കാം, എങ്ങനെ നമുക്ക് അതിനെതിരെ ഏത് നിലപാട് സ്വീകരിക്കണം? എല്ലാ സാധനത്തിൻ്റെ നേരെയും നമ്മൾ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പണ്ട് പറയുന്ന പോലെ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് ഇന്ന് പണ്ടത്തെ കാലത്തെ പോലെ ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ല. ഒരു പോലീസും വന്ന് പറയാം യു ആർ അണ്ടർ അറസ്റ്റ്. നമ്മൾ പണ്ടത്തെയൊക്കെ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അത് പണ്ടത്തെ സിനിമകളിലൊക്കെ അങ്ങനെ പറയാറുണ്ട്, യു ആർ അണ്ടർ അറസ്റ്റ്. ഇന്ന് ഏതെങ്കിലും നിങ്ങൾ അങ്ങനെയൊന്നും പറയാറില്ല. ഇന്ന് പല രീതികൾ മാറി. ചെല്ലും ആൾ കൂടെ പോകുന്നൊരു ലെവലായി ഇപ്പോൾ. കാരണം അത്രത്തോളം കാലം മാറി. സോ കാലം മാറുന്ന അനുസരിച്ച് നമ്മുടെ ആത്മാവിൻ്റെ വേർഷൻസ് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും യു ആർ അണ്ടർ അറസ്റ്റിനകത്ത് കിടക്കും, പഴയ കാലത്തേക്ക് കിടക്കും, പഴയ ലെവലിൽ നമ്മൾ പോകും. നമുക്കൊരു ഉയർച്ച വേണം. അപ്പം എങ്ങനെ ഇതിനെ ജയിക്കാം? കാരണം സാത്താനിക ലോകം വെൽ അപ്ഡേറ്റഡ് ആണ്. സോ നമുക്ക് എങ്ങനെ അതിനെ ജയിക്കാം തുടങ്ങിയ ഒരു കൂട്ടം വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തരുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. സോ നിങ്ങളുടെ വളരെ വലിയ സപ്പോർട്ട് ഞാൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം നിങ്ങളിലൂടെ മാത്രമേ എനിക്ക് ഒരുപാട് യുവജനങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഫാമിലി ആയിട്ടുള്ളവർക്കും പ്രയോജനമുണ്ട്, എല്ലാവർക്കും പ്രയോജനമുണ്ട്.
സോ മാക്സിമം നിങ്ങൾ ആ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. എങ്കിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. അതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്കത് ലഭിക്കും. നമ്മൾ ഇന്ന് ഈ പറഞ്ഞ മേഖല ആത്മീയ മരണത്തെ നെതിരെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മീയ ശോഷണം സംഭവിച്ചവർ ഇതിനകത്തുണ്ട്. അതിനകത്തുനിന്നൊരു ഡെലിവറൻസ് കർത്താവ് തരാൻ പോവുകയാണ്. സാത്താൻ്റെ മുമ്പിൽ നമ്മൾ തുറന്നിട്ട് കൊടുത്ത വാതിലുണ്ട്, അഭിഷേകത്തോട് അടയ്ക്കാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും ആത്മാവിൻ്റെ ശക്തി കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ട് എല്ലാ ബോണ്ടേജുകളും പൊട്ടിത്തെറിക്കട്ടെ. എല്ലാ ബോണ്ടേജുകളും, എല്ലാ അവകാശവാദങ്ങൾ, എല്ലാ വശീകരണങ്ങൾ, എല്ലാ പൈശാചികമാകുന്ന അടിമത്തങ്ങൾ നാസറായനാം യേശുവിന്റെ നാമത്തിൽ തകർന്നു തുടങ്ങട്ടെ. എല്ലാ ജഡത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു തുടങ്ങട്ടെ. എല്ലാ ആത്മീയ ശോഷണത്തിന്റെ പിന്നിൽ നിൽക്കുന്ന പൈശാചിക കരമേ ആത്മശക്തിയിൽ വെട്ടുകയാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില ശരീരങ്ങളുടെ മേൽ ചൂട് പിടിക്കുകയാണ്, ചില ആത്മാവിന്റെ മേൽ തീ കത്തുകയാണ്, ചില അവയവങ്ങളുടെ മേലുള്ള സർവ ബന്ധനവും അഴിഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിൽ ഞാൻ കാണുന്നു ചില വീക്കായ മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കുകയാണ്. Robos Altoria Sianteri Fire now Lacoma Sande Massa Fire Rakotobosia ഒരു മാസ് പവർ, ഒരു മാസ് പവർ ഇതിനകത്തേക്ക് സ്വർഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു മാസ് പവർ സ്വർഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. Lagontos of Father Raltoma Sayandas altar power the God's fire Railtos Sayar. I break all the Taltosayat. I delete all the Taskudayas. എല്ലാ ഇരുട്ടിന്റെ വാഴ്ചകൾ ക്യാൻസൽ ആക്കുന്നു. പൈശാചിക നിയന്ത്രണം ക്യാൻസൽ ആക്കുന്നു. അന്ധകാര വ്യാപാര ശക്തികളെ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ അവകാശവാദങ്ങളെയും റദ്ദ് ചെയ്യുന്നു. ദുഷ്ടാത്മ ശക്തികളെ തകർക്കുന്നു. ഹോളി ഫയർ ശണ്ടമായ രഗോണ്ടോ സെകേന പ്രദരോസ് ലഗദേരിയാൽ അത്ഭുത സിയാർദനെ. അപ്പാ, ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് സ്പർശിക്കുക, ഇപ്പോൾ തന്നെ സ്പർശിക്കുക. ഇരുടിന്റെ സർവ്വ നിയന്ത്രണങ്ങളെയും മക്കളെ വിട്ട് മാറട്ടെ. ദൈവത്തിന്റെ തീവ്രയുടെ മേൽ കത്തട്ടെ. ഒരു പുതിയ ആത്മീയ അഭിഷേകത്തോടെ, ഒരു പുതിയ ശക്തിയോടെ, ഒരു പുതിയ ചൈതന്യത്തോടെ അപ്പാ ഇവരെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. ഇവരെ ഇപ്പോൾ പുതിയ ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ ഇവരെ കൺട്രോൾ ചെയ്ത സകല ഇരുട്ടിന്റെ കോഡുകളും അവകാശങ്ങളും നാസറായനാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ എന്റെ കൂടെ പറയുക, എന്റെ ശരീരത്തിന്റെ കർത്താവ് യേശു ക്രിസ്തു, എന്റെ മനസ്സിന്റെ കർത്താവ് യേശു ക്രിസ്തു, എന്റെ ചിന്തയുടെ കർത്താവ് യേശു ക്രിസ്തു, എന്റെ മുഴുവികാരങ്ങളുടെയും കർത്താവ് യേശു ക്രിസ്തു, എന്റെ ആത്മാവിന്റെ കർത്താവ് യേശു ക്രിസ്തു, എന്റെ ആത്മാവിന്റെ കർത്താവ് യേശു ക്രിസ്തു. ഞാൻ എന്റെ ആത്മാവ് കൊണ്ട് എന്റെ ശരീരത്തെയും മനസ്സിനെയും ചിന്തകളെയും ക്രിസ്തുവിൽ പിടിച്ചടക്കുകയാണ്. ഇനിമേൽ ഞാൻ പരാജയപ്പെടുന്നവനല്ല, ഞാൻ ക്രിസ്തുവിൽ ജയാളിയാകുന്നു. കർത്താവേ, എന്റെ കൂടെ പ്രാർത്ഥിച്ച ഓരോ മക്കളും ഇതാ അവിടുത്തെ മുമ്പിലിരിക്കുന്നു. ഞങ്ങൾക്കൊരു പുതിയ തീരുമാനമെടുക്കുവാനും പുതിയൊരു അഭിഷേകത്തോടെ മുൻപോട്ട് പോകുവാനും ഈ 2026 ജയത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ സർവശക്തനായ ദൈവമേ, നീ കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുനാമം എപ്പോഴും മഹിമപ്പെടണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, മഹത്വവും മാനവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹിമപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.